നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു LGൻ്റെ ഇൻവെർട്ടർ AC വർക്ക് ചെയ്യുന്നില്ല എന്ന കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ CH10 എറർ കാണിക്കുന്നു എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. നമ്മളിതിൻ്റെ കവറൊക്കെ അഴിച്ചു നോക്കുമ്പോൾ ഇതിൽ എലി കയറിയിട്ടുണ്ട്. മോട്ടറിൻ്റെ വയറൊക്കെ എലി കട്ട് ചെയ്തിട്ടുണ്ടാവും, അതാണ് CH10 എറർ കാണിക്കുന്നത്. ഇതിൽ കുറേ കുട്ടികളുണ്ട് കേട്ടോ. ഇത് മുമ്പ് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് വേറെ ടെക്നീഷ്യന്മാർ വന്നിട്ട് ഇത് അഴിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ AC പൈപ്പ് പോകുന്ന ഹോൾസ് അടക്കാതെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതുവഴിയാണ് എലി കയറിയിട്ടുള്ളത്. AC പൈപ്പ് പോകുന്ന ഈ ഹോൾസ് കൂടിയാണ് എലി കയറിയിട്ടുള്ളത്. ഈ ഡ്രൈയുടെ സൈഡ് ഫുള്ള് കടിച്ച് ഓട്ടയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഫുള്ള് സെറ്റ് മാറ്റേണ്ടി വരും. അതാണ് ഇതിൻ്റെ മോട്ടറിൻ്റെ വയറൊക്കെ എലി കടിച്ചിട്ടുള്ളത്. എലിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല സോപ്പ് ഇട്ടിട്ട് നല്ലൊരു വാട്ടർ സർവീസ് ഇൻഡോർ ചെയ്യാണ്. AC കംപ്ലൈൻറ്റുകളും ശരിയാക്കുന്ന രീതികളൊക്കെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഡോർ സർവീസ് ചെയ്തതിന് ശേഷം ഔട്ട്ഡോറും സർവീസ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ കോയിലിൻ്റെ സ്പോഞ്ച് പോയതൊക്കെ നമ്മൾ മാറ്റിയിട്ട് പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്ത ഈ ഡ്രേ സെറ്റ് വരുന്നത്. പിന്നീട് നമ്മൾ കസ്റ്റമറെ വീട്ടിലെത്തി ഈ മോട്ടറിൻ്റെ വയറൊക്കെ കട്ട് ചെയ്തത് സോൾഡർ ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഡ്രേ ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഡ്രേ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വയറിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ട് AC ഓൺ ചെയ്യാം. AC ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എറർ കോഡൊന്നും കാണിക്കുന്നില്ല. AC കാറ്റൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കംപ്രസർ ഓണായി തണുപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കവറൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു വർക്കുമായി കാണാം.